എല്ലാവർക്കും എജ്യൂസോണിൻ്റെ സോഷ്യൽ സയൻസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th CBC പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ വാട്ട് ഈസ് ഡെമോക്രസി, എന്താണ് ജനാധിപത്യം. ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡെമോക്രസി എന്ന വാക്ക്, ജനാധിപത്യം എന്ന വാക്ക് ഡെമോസ് ക്രാറ്റോസ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ഉണ്ടായത്. ഡെമോസ് പ്ലസ് ക്രാറ്റോസ് ഈസ് ഈക്വൽ ടു ഡെമോക്രസി. ഡെമോക്രസി, ഡെമോസ് ക്രാറ്റോസ് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ്, വാക്കുകൾ ചേർന്നുണ്ടായ ഒരു വേർഡാണ്, ഇംഗ്ലീഷ് വേർഡാണ് ഡെമോക്രസി, ജനാധിപത്യം. വാട്ട് ഈസ് ഡെമോക്രസിക്ക് രണ്ട് ഫോംസ് ഉണ്ട്. വൺ ഈസ് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡെമോക്രസിയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യം. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ഡെമോക്രസി. Direct democracy and indirect democracy. Democracy is divided into two. There are two forms of democracy: direct democracy and indirect democracy. Indirect democracy is otherwise called representative democracy. Modern democracy is indirect or representative democracy. Ancient form of democracy is direct democracy. ഡെമോക്രസിയുടെ ഏൻഷ്യൻ ഫോമാണ്, പഴയ രൂപമാണ് ഡയറക്റ്റ് ഡെമോക്രസി. ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിലും ഡയറക്റ്റ് ഡെമോക്രസി നിലവിലില്ല. 100-ലധികം രാജ്യങ്ങളിലും ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളാണ് ഉള്ളത്, ജനാധിപത്യ ഭരണ രീതിയാണ് ഉള്ളത്. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പോലും ഇന്ന് ഡയറക്റ്റ് ഡെമോക്രസി ഇല്ല. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഇൻഡയറക്റ്റ് ഡെമോക്രസി ഈസ് അതർവൈസ് കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. പ്രാതിനിധ്യ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. പരോക്ഷ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പ്രാതിനിധ്യ ജനാധിപത്യം. ജനാധിപത്യത്തെ രണ്ടായി തരംതിരിക്കാം: ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി. പ്രത്യക്ഷ ജനാധിപത്യമെന്നും പരോക്ഷ ജനാധിപത്യമെന്നും ജനാധിപത്യത്തെ രണ്ടായി തരംതിരിക്കാം. ഡെമോക്രസി ഈസ് ഡിവൈഡഡ് ഇൻടു ടു: ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി എന്നും ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും ഡെമോക്രസിയെ രണ്ടായി തരംതിരിക്കാം. ഡെമോക്രസി ഈസ് ഡിവൈഡഡ് ഇൻടു ടു: ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. Indirect democracy is otherwise called representative democracy. Modern democracy is indirect or representative. ആധുനിക ജനാധിപത്യം, ഇന്ന് ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്ന ജനാധിപത്യം ഇൻഡയറക്റ്റ് ആണ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. വാട്ട് ഈസ് ഡെമോക്രസി? ഡെമോക്രസിയുടെ ഡെഫിനിഷൻ എന്താണ്? എന്താണ് ജനാധിപത്യം? ഓർ ഡിഫൈൻ ഡെമോക്രസി. വാട്ട് ഈസ് ഡെമോക്രസി എന്നോ ഡിഫൈൻ ഡെമോക്രസി എന്നോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, democracy is a form of government in which the rulers are elected by the people. ഭരണാധികാരികളെ ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ജനാധിപത്യമാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. മോഡേൺ ഡെമോക്രസി ഇൻഡയറക്റ്റ് ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഓർ ഡിഫൈൻ ഡെമോക്രസി എന്ന് ചോദിച്ചാൽ, ഡെമോക്രസി is a form of government in which rulers are elected by the people. ഭരണാധികാരികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണരീതിയാണ് ജനാധിപത്യം. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഭരണാധികാരികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണരീതിയാണ് ഡെമോക്രസി. വാട്ട് ഈസ് ഡെമോക്രസി? ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണരീതിയാണ് ഡെമോക്രസി. ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ സവിശേഷതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി? ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? ഇൻ എ ഡെമോക്രസി, മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ലീഡേഴ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഇൻ എ ഡെമോക്രസി, major decisions are taken by
ഇലക്റ്റഡ് ലീഡേഴ്സ്, ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലെങ്കിൽ ലീഡേഴ്സ് ആണ് ഡെമോക്രസിയിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് ഡെമോക്രസിയുടെ ഒരു പ്രധാന ഫീച്ചർ, ഒരു പ്രധാന സവിശേഷത. ജനാധിപത്യത്തിന്റെ ആധുനിക ജനാധിപത്യം ഇൻഡയറക്റ്റ് ആണ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആണ്. The most important feature of democracy is, in a democracy, major decisions are taken by elected leaders. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ജനാധിപത്യ ഭരണത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇനി ഡെമോക്രസി മേജർ ഡിസിഷൻസ് ആർ, ഡെമോക്രസിയുടെ ഒന്നാമത്തെ ഫീച്ചർ ഇതാണ്, മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഇലക്റ്റഡ് ലീഡേഴ്സ്. ഇനി ഡെമോക്രസി മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഇലക്റ്റഡ് ലീഡേഴ്സ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിൽ, ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ലീഡേഴ്സ് ആണ്, നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇനി ഡെമോക്രസി മേജർ ഡിസിഷൻസ് ആർ, ഇമ്പോർട്ടന്റ് ഡിസിഷൻസ്, പ്രധാന തീരുമാനങ്ങൾ, മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഇലക്റ്റഡ് ലീഡേഴ്സ്. സെക്കൻഡ് ഫീച്ചർ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ടറൽ കോമ്പറ്റീഷൻ. ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത്. ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ടറൽ കോമ്പറ്റീഷൻ. ജനാധിപത്യ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ. ഇലക്ഷനെ നിലവിലുള്ള ഗവൺമെന്റിന് പോലും സ്വാധീനിക്കാൻ കഴിയില്ല. ജനാധിപത്യ രാജ്യങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം. ആരുടെയും സ്വാധീനത്തിന് വശംവദരാകേണ്ട അല്ലെങ്കിൽ വഴങ്ങേണ്ട കാര്യമില്ല. ജനാധിപത്യ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ്. നിലവിലുള്ള സർക്കാരിന് പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ടറൽ കോമ്പറ്റീഷൻ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ, അതാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷത. വൺ പേഴ്സൺ വൺ വോട്ട് വൺ വാല്യൂ. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി എവരി സിറ്റിസൺ had the right to vote. എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, വൺ പേഴ്സൺ, ഒരു വ്യക്തി വൺ വോട്ട്, ഒരു വോട്ട് വൺ വാല്യൂ, തുല്യ മൂല്യം. ജനാധിപത്യ രാജ്യങ്ങളിൽ ഓരോ പൗരനും, സമ്പന്നനായാലും ദരിദ്രനായാലും റിച്ച് ആയാലും പുവർ ആയാലും, ജനാധിപത്യ രാജ്യങ്ങളിലെ എല്ലാ പൗരന്മാർക്കും ഓരോ വോട്ട് വീതം ഉണ്ടായിരിക്കും. ഓരോ പൗരനും ഓരോ വോട്ട്, ഓരോ പൗരന്റെയും വോട്ടിന്റെ വാല്യൂ, മൂല്യം ഈക്വലാണ്, തുല്യമാണ്. ആ വോട്ടർ വളരെ സമ്പന്നനായാലും വളരെ ദരിദ്രനായാലും ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, ഓരോ വോട്ടിന്റെയും മൂല്യം തുല്യമാണ്. സമ്പന്നനും ഒരു വോട്ട്. ഇന്ത്യ മുഴുവൻ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ടാറ്റയ്ക്കും ഒരു വോട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ഒരു ഇന്ത്യൻ പൗരനും ഒരു വോട്ട് തന്നെയാണ്. ഓരോ പൗരന്റെയും വോട്ടിന്റെ മൂല്യം ഒന്നാണ്, ഈക്വലാണ്. വൺ പേഴ്സൺ വൺ വോട്ട് വൺ വാല്യൂ. ദാറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് വൺ പേഴ്സൺ, ഒരു വ്യക്തി, വൺ വോട്ട്, ഒരു വോട്ട് വൺ വാല്യൂ. ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരനും ഓരോ വോട്ടുണ്ടായിരിക്കും. ഓരോ പൗരന്റെയും വോട്ടിന്റെ വാല്യൂ, മൂല്യം തുല്യമാണ്. നെക്സ്റ്റ് ഫീച്ചർ, റൂൾ ഓഫ് ലോ ആൻഡ് ദ റെസ്പെക്ട് ഫോർ റൈറ്റ്സ്. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി there prevails റൂൾ ഓഫ് ലോ. ജനാധിപത്യ രാജ്യങ്ങളിൽ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നു. റൂൾ ഓഫ് ലോ എന്നാൽ നിയമവാഴ്ച എന്നാണ്. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ എന്നാണ്. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം നിയമത്തിന് മുന്നിലുള്ള തുല്യത നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് റൂൾ ഓഫ് ലോ. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി there is rule of law, equality before law. All citizens are equal before law. That is rule of law.
ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ് റൂൾ ഓഫ് ലോ നിലവിൽ വരുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ മൈറ്റ് ഈസ് റൈറ്റ് എന്ന ഒരവസ്ഥയായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ധാരാളം സമ്പത്തും എല്ലാം ഉള്ളവൻ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു. പാവപ്പെട്ടവരെ അടിച്ചമർത്തിയിരുന്നു. അവർക്ക് അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ നടപ്പിലാക്കപ്പെട്ടത്. റൂൾ ഓഫ് ലോ മീൻസ് ഇക്വാലിറ്റി ബിഫോർ ലോ. ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നു. നിയമവാഴ്ച. റൂൾ ഓഫ് ലോ മീൻസ് ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ. റൂൾ ഓഫ് ലോ എന്നാൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ്. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആൻഡ് റെസ്പെക്ട് ഫോർ റൈറ്റ്സ്. പൗരന്മാരുടെ അവകാശങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു ജനാധിപത്യ രാജ്യങ്ങളിൽ. ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. In a democracy, major decisions are taken by elected leaders. Second point, free and fair electoral competition. Third, one person, one vote, one value. Fourth, rule of law and respect for rights. These are the features of democracy. എന്തെല്ലാമാണ് ജനാധിപത്യത്തിന്റെ പ്രധാന ഫീച്ചേഴ്സ്? 4 പോയിന്റുകളാണ്. ഫസ്റ്റ്, മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഇലക്ടഡ് ലീഡേഴ്സ്. നമ്പർ 2, free and fair electoral competition. Number 3, one person, one vote, one value. And 4, rule of law and respect for rights. These are the features of democracy. In a democracy, rulers elected by the people take all the major decisions. ഡെമോക്രസിയിൽ ജനങ്ങൾ ഇലക്ട് ചെയ്യപ്പെടുന്ന റൂളേഴ്സ് ആണ് എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത്. In a democracy, rulers elected by the people take all the major decisions. Elections offer a choice and fair opportunity to the people. ജനാധിപത്യ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്ക് ചോയ്സ് നൽകുന്നു. Elections offer a choice and a fair opportunity to the people. ജനങ്ങൾക്ക് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ഇലക്ഷനുകൾ നൽകുന്നു. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും കാലാകാലങ്ങളിൽ ഓരോ 5 വർഷം കൂടുന്തോറും അല്ലെങ്കിൽ 4 വർഷം കൂടുന്തോറും ജനാധിപത്യ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഭൂരിഭാഗം രാജ്യങ്ങളിലും 5 വർഷത്തിലൊരിക്കലാണ്. ഭൂരിഭാഗം ജനാധിപത്യ രാജ്യങ്ങളിലും 5 വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ചില രാജ്യങ്ങളിൽ 4 വർഷത്തിലൊരിക്കലാണ്. അമേരിക്കയിലൊക്കെ 4 വർഷത്തിലൊരിക്കലാണ്. ഇപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ഇലക്ഷനുകൾ, തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്ക് ഒരു ചോയ്സ് നൽകുന്നു. എന്തിനുള്ള ചോയ്സ്? ടു ചേഞ്ച് ദ കറണ്ട് റൂളേഴ്സ്. നിലവിലുള്ള ഭരണാധികാരികളെ മാറ്റാനുള്ള ഒരു ചോയ്സ്. നിലവിലുള്ള കറണ്ട് റൂളേഴ്സിനെ മാറ്റാനുള്ള, ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഇലക്ഷൻസ് ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നൽകുന്നു. ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കറണ്ട് റൂളേഴ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. നിലവിലുള്ള റൂളേഴ്സിനെ മാറ്റി പുതിയ റൂളേഴ്സിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അതിനുള്ള ചോയ്സ് അവർക്കുണ്ട്. This choice and opportunities available to all people on an equal basis. ഈ ചോയ്സും ഓപ്പർച്യൂണിറ്റിയും, ഈ കറണ്ട് റൂളേഴ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഈ ചോയ്സും അവസരവും എല്ലാവർക്കും തുല്യമാണ്, ഈക്വൽ ബേസിലാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ വോട്ടാണ്, ഓരോരുത്തരുടെ വോട്ടിന്റെ വാല്യൂ ഈക്വൽ ആണ്. അതുകൊണ്ട് എല്ലാവരുടെയും ചോയ്സും ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ ആണ്. ഒരാളിന് 2 വോട്ടോ മറ്റൊരാളിന് 3 വോട്ടോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ വോട്ട്, തുല്യ വോട്ടായതുകൊണ്ട്, ഓരോ വോട്ടായതുകൊണ്ട് ഈ ചോയ്സും ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ ആണ്, ഈക്വൽ ബേസിലാണ്. കറണ്ട് റൂളേഴ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ചോയ്സും ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ ബേസിലാണ്. The exercise of this choice leads to a government limited basis, rules of the constitution and the citizens' right. ഈ ചോയ്സ് കോൺസ്റ്റിറ്റ്യൂഷനിലെ റൂൾസിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. The exercise of this choice leads to a government limited by basic rules of the constitution and the citizens' right. അപ്പോൾ ഈ ചോയ്സ് എന്തിന്റെ ബേസിലാണ്? ഭരണഘടനയിലുള്ള ബേസിക് റൂൾസിന്റെയും, ആ രാജ്യത്തിലെ ഭരണഘടനയിലുള്ള ബേസിക് റൂൾസിന്റെയും പൗരന്മാരുടെ റൈറ്റ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ ചോയ്സ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് കറണ്ട് റൂളേഴ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. ഈ ചോയ്സ് ഈക്വൽ ബേസിലാണ്, എല്ലാവർക്കും തുല്യമായിട്ടാണ് ഈ ചോയ്സ് ഉള്ളത്. ഈ ചോയ്സും ഓപ്പർച്യൂണിറ്റിയും ഭരണഘടനയിലെ റൂൾസിനെയും
പൗരന്മാരുടെ റൈറ്റ്സിനെയും ബേസ് ചെയ്തുള്ളതാണ്. നെക്സ്റ്റ്, ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഡെമോക്രസി ഓർ ഡീമെറിറ്റ്സ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? പോരായ്മകൾ, ഡിഫെക്ട്സ്, ഡീമെറിറ്റ്സ് ഓർ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഡെമോക്രസി. ജനാധിപത്യത്തിന് എതിരായ വാദഗതികൾ എന്തൊക്കെയാണ്? ജനാധിപത്യത്തിന് എതിരായ വാദഗതികൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഡിഫെക്ട്സ്, പോരായ്മകൾ, അല്ലെങ്കിൽ ഡീമെറിറ്റ്സ്. ഡിഫെക്ട്സ് എന്നോ ഡീമെറിറ്റ്സ് എന്നോ ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫെക്ട്സ് ഓഫ് ഡെമോക്രസി? വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ഡെമോക്രസി ഓർ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഡെമോക്രസി? ജനാധിപത്യത്തിന് എതിരായ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ജനാധിപത്യത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, leaders keep changing in a democracy. Leaders keep changing. ജനാധിപത്യ രാജ്യങ്ങളിൽ നേതാക്കന്മാർ മാറി മാറി അധികാരത്തിൽ വരുന്നു. ലീഡേഴ്സ് ചേഞ്ച് ചെയ്യപ്പെടുന്നു. ദിസ് ലീഡ്സ് ടു ഇൻസ്റ്റെബിലിറ്റി. അത് അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഗവൺമെന്റ് വരുന്നു. അപ്പൊ ഗവൺമെന്റുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു, ലീഡേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാകുന്നു. സ്റ്റേബിളായ സ്ഥിരമായ ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നില്ല. ഓരോ 5 വർഷം കഴിയും തോറും ജനാധിപത്യ രാജ്യങ്ങൾ ഗവൺമെന്റുകൾ മാറി മാറി വരുന്നു. അത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാകുന്നു. സ്റ്റേബിളായ ഗവൺമെന്റ് ഇല്ല. സ്ഥിരമായ ഒരു ഗവൺമെന്റ്, ദീർഘകാലം ഭരിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ ഇല്ല. അതാണ് ജനാധിപത്യത്തിനെതിരായ ഒരു ആർഗ്യുമെന്റ്. ഇനി ഡെമോക്രസി, ലീഡേഴ്സ് കീപ് ചേഞ്ചിങ്. ജനാധിപത്യത്തിൽ നേതാക്കന്മാർ, ലീഡേഴ്സ്, ഭരണാധികാരികൾ മാറി മാറി അധികാരത്തിൽ വരുന്നു. ആ മാറി മാറി ഭരണാധികാരികൾ അധികാരത്തിൽ വരുന്നത് ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാവും. സ്റ്റേബിളായ സ്ഥിരമായ ഗവൺമെന്റ് ഉണ്ടാകുന്നില്ല ജനാധിപത്യ രാജ്യങ്ങളിൽ. അതാണ് ജനാധിപത്യത്തിന് എതിരായ ഒരു ആർഗ്യുമെന്റ്. ഇൻ എ ഡെമോക്രസി, ലീഡേഴ്സ് കീപ് ചേഞ്ചിങ്. ദിസ് ലീഡ്സ് ടു ഇൻസ്റ്റബിലിറ്റി. ഫസ്റ്റ് പോയിന്റ്, ഇൻ എ ഡെമോക്രസി, ലീഡേഴ്സ് കീപ് ചേഞ്ചിങ്. ദിസ് ലീഡ്സ് ടു ഇൻസ്റ്റബിലിറ്റി. ഇൻ എ ഡെമോക്രസി, ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ഓർ ഇൻ എ ഡെമോക്രസി, ലീഡേഴ്സ് കീപ് ചേഞ്ചിങ്. ലീഡേഴ്സ് ചേഞ്ച് ചെയ്യുന്നു, മാറി മാറി അധികാരത്തിൽ വരുന്നു. ദിസ് ലീഡ്സ് ടു ഇൻസ്റ്റബിലിറ്റി. അത് അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. സ്ഥിരമായ ഗവൺമെന്റുകൾ ഇല്ലാതാകുന്നു. ഇൻ എ ഡെമോക്രസി, ലീഡേഴ്സ് കീപ് ചേഞ്ചിങ്. ദിസ് ലീഡ്സ് ടു ഇൻസ്റ്റബിലിറ്റി. സെക്കൻഡ് ഡിമെറിറ്റ് ഓർ സെക്കൻഡ് argument against democracy is all about political competition and power play. ജനാധിപത്യം എന്നാൽ രാഷ്ട്രീയമായ മത്സരവും അധികാര വടംവലിയുമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള മത്സരമാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ കാണുന്നത്. There is no scope for morality. അതുകൊണ്ട് ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥാനവും, നന്മയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ഏത് വിധേനയും അധികാരത്തിൽ വരാനാണ്, ഏത് തെറ്റായ മാർഗത്തിലൂടെയും കള്ള വോട്ട് നേടിയെങ്കിലും ഏതെങ്കിലും തെറ്റായ മാർഗങ്ങളിലൂടെയൊക്കെ അധികാരത്തിൽ വരാനാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ ഓരോ പാർട്ടിയും നേതാക്കന്മാരും ശ്രമിക്കുന്നത്. ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആൻഡ് പവർ പ്ലേ. ജനാധിപത്യം എന്നാൽ പൊളിറ്റിക്കൽ കോമ്പറ്റീഷനും പവർ പ്ലേയുമാണ്. രാഷ്ട്രീയ മത്സരവും അധികാര വടംവലിയുമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയമായ മത്സരവും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുമാണ് അവിടെ ഉണ്ടാകുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം. സോ ദർ ഈസ് നോ സ്കോപ്പ് ഫോർ മൊറാലിറ്റി. അതുകൊണ്ട് ജനാധിപത്യത്തിൽ മൊറാലിറ്റിക്ക്, നന്മയ്ക്ക് യാതൊരു, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. എതിരാളികളോട് അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെതിരെ ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പാർട്ടികളും നേതാക്കന്മാരും സ്വീകരിക്കുന്നത്. ചെയ്തതും ചെയ്യാത്തതുമായ കുറ്റങ്ങൾ ആരോപിച്ച് ഏത് വിധേനയും അധികാരത്തിൽ വരിക. അതാണ് ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ലീഡേഴ്സിൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ മൊറാലിറ്റിക്ക്, ധാർമ്മികതയ്ക്ക്, നന്മയ്ക്ക്, സത്യസന്ധതയ്ക്ക് യാതൊരു വിലയും ഇല്ല. അതാണ് രണ്ടാമത്തെ ഡിമെറിറ്റ്. രണ്ടാമത്തെ ഡിമെറിറ്റ് ഇതാണ്. ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആൻഡ് പവർ പ്ലേ. ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആൻഡ് പവർ പ്ലേ. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ മൊറാലിറ്റി. അതാണ് രണ്ടാമത്തെ പോയിന്റ്.
Democracy is all about political competition and power play. There is no scope for morality. Third argument, so many people have to be consulted in a democracy. ഒരു ജനാധിപത്യ രാജ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒരു മൊണാർക്കിയിലാണെങ്കിൽ, രാജഭരണത്തിലാണെങ്കിൽ രാജാവിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം, ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് രാജാവ് തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ അങ്ങനെയല്ല. ജനപ്രതിനിധികളെല്ലാം കൂടെ ഒത്തുകൂടി കൂടിയാലോചനകളിലൂടെ, ചർച്ചകളിലൂടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെമോക്രസിയിൽ, ഇൻ എ ഡെമോക്രസി, സോ മെനി പീപ്പിൾ ഹാവ് ടു ബി കൺസൾട്ടഡ് ഇൻ ഓർഡർ ടു ടേക്ക് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കാൻ കൂടുതൽ നേതാക്കന്മാർ ഒത്തുകൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നു. ദിസ് ലീഡ്സ് ടു ഡിലേയ്സ്. അതുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാവും. അതാണ് മറ്റൊരു ഡീമെറിറ്റ്. ജനാധിപത്യത്തിന്റെ മറ്റൊരു ഡീമെറിറ്റ് ആയി പറയുന്നത് ഇതാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നതിൽ ഡിലേ ഉണ്ടാവുന്നു, തീരുമാനം എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു. കാരണം തീരുമാനം എടുക്കാൻ ഒന്നിലധികം ജനപ്രതിനിധികൾ ഒത്തുകൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നു. In a democracy, so many people have to be consulted in order to take a decision. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നിലധികം ധാരാളം ജനപ്രതിനിധികൾ ഒത്തുകൂടി ചർച്ചകൾ ചെയ്യേണ്ടി വരുന്നു. ദിസ് ലീഡ്സ് ടു ഡിലേയ്സ്. അത് കാലതാമസത്തിന് കാരണമാകുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിൽ ഡിലേ ഉണ്ടാകുന്നു. അതാണ് മൂന്നാമത്തെ ഡീമെറിറ്റ്. നാലാമതായി, ഇലക്റ്റഡ് ലീഡേഴ്സ് ഡു നോട്ട് നോ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ജനപ്രതിനിധികൾക്ക്, ജനങ്ങൾ ഇലക്ട് ചെയ്യപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല. ഈ ഇലക്റ്റഡ് ലീഡേഴ്സിന്, ജനങ്ങൾ ഇലക്ട് ചെയ്യപ്പെടുന്ന നേതാക്കന്മാർക്ക് ജനങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇലക്റ്റഡ് ലീഡേഴ്സ് do not know the best interest of the people. Elected leaders do not know the best interest of the people. ജനങ്ങൾ ഇലക്ട് ചെയ്യപ്പെടുന്ന നേതാക്കന്മാർക്ക് ജനങ്ങളുടെ തീരുമാനങ്ങൾ അറിയാൻ കഴിയുന്നില്ല. Elected leaders do not know the best interest of the people. Democracy leads to corruption, for it is based on electoral competition. മറ്റൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം അഴിമതിയിലേക്ക് വഴിതെളിക്കുന്നു. കാരണം ജനാധിപത്യം ഇലക്ടറൽ കോമ്പറ്റീഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ കറപ്ഷൻ ഉണ്ടാകുന്നു. ഡെമോക്രസി ലീഡ്സ് ടു കറപ്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ടറൽ കോമ്പറ്റീഷൻ. ജനാധിപത്യത്തിൽ കറപ്ഷൻ ഉണ്ടാകുന്നു. ജനാധിപത്യം അഴിമതിയിലേക്ക് വഴിതെളിക്കുന്നു. കാരണം ജനാധിപത്യം ഇലക്ടറൽ കോമ്പറ്റീഷനെ ബേസ് ചെയ്തുള്ളതാണ്. ഇലക്ടറൽ കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ ഗവൺമെന്റുകൾ നിലവിൽ വരുന്നത്. അതുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ കറപ്ഷൻ ഉണ്ടാകുന്നു. ഡെമോക്രസി ലീഡ്സ് ടു കറപ്ഷൻ ഫോർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ടറൽ കോമ്പറ്റീഷൻ. ഡെമോക്രസി ലീഡ്സ് ടു കറപ്ഷൻ ബിക്കോസ് ഓർ ഫോർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ടറൽ കോമ്പറ്റീഷൻ. ജനാധിപത്യം കറപ്ഷനിലേക്ക് നയിക്കുന്നു, അഴിമതിയിലേക്ക് നയിക്കുന്നു. കാരണം ജനാധിപത്യം ഇലക്ടറൽ കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നെക്സ്റ്റ്, ഓർഡിനറി പീപ്പിൾ ഡു നോട്ട് നോ വാട്ട് ഈസ് ഗുഡ് ഫോർ ദം. ദേ ഷുഡ് നോട്ട് ഡിസൈഡ് എനിത്തിങ്. ജനാധിപത്യത്തിൽ സാധാരണക്കാർക്ക് തങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. തങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, തങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും എടുക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നില്ല ജനാധിപത്യ രാജ്യങ്ങളിൽ. ഇൻ എ ഡെമോക്രസി, ഓർഡിനറി പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഈസ് ഗുഡ് ഫോർ ദം. ജനാധിപത്യത്തിൽ സാധാരണ പൗരന്മാർക്ക് തങ്ങൾക്ക് ഗുഡ് ആയത് എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയും. തങ്ങൾക്ക് ബെനിഫിറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ സാധാരണക്കാർക്ക് കഴിയുന്നില്ല. ദേ ഷുഡ് നോട്ട് ഡിസൈഡ് എനിത്തിങ്. സാധാരണക്കാർക്ക് ഒരു തീരുമാനം എടുക്കാനും കഴിയുന്നില്ല. ജനാധിപത്യ രാജ്യങ്ങളിൽ സാധാരണക്കാർക്ക് ഗുഡായ തീരുമാനങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് കഴിയുന്നില്ല. സാധാരണക്കാർക്ക് ഒരു തീരുമാനവും, ഓർഡിനറി പീപ്പിൾ ഇൻ എ ഡെമോക്രസി, ഓർഡിനറി പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു ടേക്ക് എനി ഡിസിഷൻ. സാധാരണക്കാർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദീസ് ആർ ദ ഡീമെറിറ്റ്സ്
or defects of democracy, or arguments against democracy. What are the defects of democracy? What are the demerits of democracy? What are the arguments against democracy? First point, leaders keep changing in a democracy. This leads to instability. Democracy leaders മാറി മാറി വരുന്നു, അത് ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാകുന്നു. Number 2, democracy is all about political competition and power play. There is no scope for morality. Democracy is all about political competition and power play. There is no scope for morality. In a democracy, so many people have to be consulted. This leads to delays. ഡെമോക്രസിയിൽ തീരുമാനം എടുക്കുന്നതിൽ ധാരാളം ജനപ്രതിനിധികൾ ഒത്തുകൂടേണ്ടി വരുന്നു. ഇത് ഡിലേക്ക് കാരണമാകുന്നു, കാലതാമസം ഉണ്ടാക്കുന്നു. ഇലക്റ്റഡ് ലീഡേഴ്സ് ഡു നോട്ട് നോ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയുന്ന ജനങ്ങളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ ഇലക്റ്റഡ് ലീഡേഴ്സിന് കഴിയുന്നില്ല. ഡെമോക്രസി ലീഡ്സ് ടു കറപ്ഷൻ, for it is based on electoral competition. ജനാധിപത്യം ഇലക്ടറൽ കോമ്പറ്റീഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് അത് കറപ്ഷന് കാരണമാകുന്നു, അഴിമതിക്ക് കാരണമാകുന്നു, അഴിമതിയിലേക്ക് നയിക്കുന്നു. ഓർഡിനറി പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഈസ് ഗുഡ് ഫോർ ദം ആൻഡ് ദേ ഷുഡ് നോട്ട് ഡിസൈഡ് എനിത്തിങ്. സാധാരണക്കാർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സാധാരണക്കാർക്ക് ഒരു തീരുമാനവും എടുക്കാനും കഴിയുന്നില്ല.